+2 കഴിഞ്ഞ് നീറ്റ് എന്ന എക്സാമും എഴുതി MBBS എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ചുവട് വെക്കുവാൻ പോകുന്നവരാണോ നിങ്ങൾ? എന്നാൽ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ, നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എബ്രോഡ് MBBS പഠനം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ലല്ലേ? അപ്പൊ നമുക്ക് എബ്രോഡ് MBBS നോക്കുന്നവരെ 2 കാറ്റഗറിയിലോട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നോർമലി നമ്മളുടെ നീറ്റിനകത്ത് നല്ല രീതിയിൽ ഉയർന്ന ഹൈ സ്കോർ നേടുന്നവർക്ക് മാത്രമേ ഇന്ത്യയിൽ അഡ്മിഷൻ പോസിബിൾ ആവുകയുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയർലി ഒരു 23 lakhs ഒക്കെ സ്റ്റുഡൻസ് ആണ് നീറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. അതിൽ ഏകദേശം ഒരു 13-14 ലക്ഷം സ്റ്റുഡൻസ് മാത്രമാണ് നീറ്റ് ക്വാളിഫൈ ആവുന്നത്. സോ ഇതിൽ തന്നെ നല്ല ഉയർന്ന സ്കോർ ഉള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ സീറ്റ് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കാരണം ഏകദേശം നിയർലി ഒരു 1 lakh ആണ് നമ്മളുടെ ഇന്ത്യയിലെ സീറ്റ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറഞ്ഞ മാർക്കുള്ളവർക്കൊക്കെ ഇന്ത്യയിൽ അഡ്മിഷൻ നേടുക എന്നുള്ളത് വളരെ പോസിബിൾ ഉള്ള കാര്യമല്ല. നീറ്റിൽ ഉയർന്ന സ്കോർ നേടിയവർക്കാണ് ഗവൺമെന്റ് കോളേജുകളിൽ മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ, അതായത് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മാർക്കിൽ ലഭിച്ച സ്റ്റുഡൻസ് നേരെ പോകാൻ പോകുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ വരുന്നൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഫീസ് വരുമ്പോഴത്തേക്ക് ഒരു മിനിമം 1 crore ആണ് ബഡ്ജറ്റ് വരിക. സോ അത് നമ്മളെ കൊണ്ട് അത്ര അഫോർഡബിൾ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ മാർക്ക് നേടിയിട്ട് അഡ്മിഷൻ നോക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും MBBS എബ്രോഡ് ചൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാറ്റഗറിയോ, അഡ്മിഷൻ വേണം എവിടെ? MBBS എബ്രോഡില്. MBBS എബ്രോഡ് എന്നുള്ളത് ഒരു പാഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രീം ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ എബ്രോഡ് MBBS പഠനത്തിന് റെഡിയാണോ? എബ്രോഡ് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സോ എബ്രോഡ് MBBS പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാന്ന് ഞാൻ എന്നൊന്നും പറയാം. ശ്രദ്ധിച്ചു കേട്ടോണേ. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഏത് ഡെസ്റ്റിനേഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അഥവാ ഏത് കൺട്രിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. സോ കൺട്രി തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ മിക്ക സ്റ്റുഡൻസും ഇപ്പൊ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രീസ് എന്ന് പറയുന്നത് റഷ്യ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ട്, പിന്നെ അതുപോലെ അസർബൈജാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, മോൾഡോവ, ജോർജിയ, ഇങ്ങനെയുള്ള ഒരുപാട് കൺട്രീസ് ആണ് നിലവിലുള്ള സ്റ്റുഡൻസ് എല്ലാം ഇപ്പൊ ചൂസ് ചെയ്ത് MBBS ഒക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് കൂടുതലും മലയാളി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന കൺട്രി ആണോ എന്ന് നോക്കുക. പിന്നെ നല്ല യൂണിവേഴ്സിറ്റീസ് ഉള്ള കൺട്രീസ് ആണോ, അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് ആണോ ഈ ഒരു കൺട്രീസിൽ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രി ആണോ, നമുക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള കൺട്രി ആണോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലി നമ്മൾ കൺട്രി അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ ഒന്ന് നോക്കിയാലോ. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ആണ്. ഒരു കൺട്രിയിലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കൺട്രിയിൽ ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ നല്ല മികച്ച യൂണിവേഴ്സിറ്റികൾ മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിന് അതും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആ കൺട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാത്രം ചൂസ് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് സർട്ടൺ അക്രഡേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് പറയുന്നത് കൂടുതലും മലയാളി സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണോ, അതുപോലെ തന്നെ MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണോ അവിടെ വരുന്നത്, ആ ഒരു യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണോ, അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണോ യൂണിവേഴ്സിറ്റിയുടെ വരുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് വേൾഡ് റാങ്കിങ് ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി റാങ്കിങ് ശ്രദ്ധിക്കുക, അതുപോലെ യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ് കൂടെ നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള സർട്ടൺ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം നോക്കിയാലോ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് NMC ഗൈഡ് ലൈൻസ്. ഇപ്പൊ NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ മൈൻഡിൽ MBBS എബ്രോഡ് ഒക്കെ ചൂസ് ചെയ്യുന്നവരുടെ മൈൻഡിൽ ആദ്യം നമുക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യനും അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ഉത്തരം കണ്ടിട്ട് മാത്രമേ നമുക്ക് എബ്രോഡ് പോകാൻ പറ്റത്തുള്ളൂ. സോ ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോഴ്സിന് ശേഷം MBBS പഠിച്ച ഒരു കോഴ്സ് കംപ്ലീഷന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനാണോ നോക്കുന്നത്, അതോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് എബ്രോഡ് തന്നെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനാണോ നോക്കുന്നത്, എബ്രോഡ് സെറ്റിൽ ആവാനാണോ നിങ്ങളുടെ ആഗ്രഹം. സോ ഈ ഒരു 2 ക്വസ്റ്റ്യന് നിങ്ങൾ തീർച്ചപ്പെടുത്തി ഒരു ഉത്തരം തീർച്ചപ്പെടുത്തി ഫൈനലൈസ് ചെയ്തതിനു ശേഷം മാത്രം MBBS പഠനം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് NMC ഗൈഡ് ലൈൻസിന്റെ കാര്യത്തിലോട്ട് വരാം. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം, തിരിച്ച് നാട്ടിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ
അതായത് തിരിച്ച് കോഴ്സിന് ശേഷം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ആയിട്ടുള്ള NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി മാത്രം നിങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് പോസിബിൾ അല്ല. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? സോ NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ മിസ് ചെയ്യരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ അല്ലെങ്കിൽ ഒരു പിക്ചർ കിട്ടത്തുള്ളൂ. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ച് ഫെസിലിറ്റീസ് ആണ്. അതായത് ഈ ഫെസിലിറ്റീസ് ടോപ്പിക്കിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ ഇൻസൈഡ് ദ ക്യാമ്പസ് ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം പൊതുവെയുള്ള കുറെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഹോസ്റ്റൽ ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റൽ ഇൻസൈഡ് ദ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണത്. രണ്ടാമത്തെ കാര്യം ഫുഡ്. നമുക്ക് നോർമലി ഉള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരള ഫുഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ഉള്ളത് ചുരുക്കം ചില കോളേജുകൾ മാത്രമാണ് കേട്ടോ. അല്ലാത്തടത്തെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണെന്നുള്ളതാണ്. കാരണം കേരള ഫുഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡ് കുറച്ച് കോളേജുകൾ മാത്രം ഉള്ളെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് മസ്റ്റായിട്ട് എല്ലാ കോളേജുകളിലും കണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ലബോറട്ടറീസും ക്ലിനിക്കൽ എക്സ്പോഷറും ഒക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ലബോറട്ടറി ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ലബോറട്ടറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലബോറട്ടറി എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് നേടണം. സോ ഓൺ ഹോസ്പിറ്റലൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജുകൾ മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ എന്താണെന്നല്ലേ? അഞ്ചാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സിനെയാണ്. അതായത് നിങ്ങൾ ഒരു MBBS പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കൺട്രി, ഒരു കോളേജൊക്കെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ എന്തായാലും ഒരു ഏജൻസിനെ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററിനെ നിങ്ങൾ പരിചയപ്പെടും അല്ലെ. ഇപ്പം ഒരു ഏജൻസിനെ നിങ്ങൾ പരിചയപ്പെടുമ്പോഴത്തേക്ക് ആ ഒരു ഏജൻസിക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഉണ്ടോ, അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യയിലുള്ള റെപ്രസെന്റേറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾക്ക് ഈസിലി അത് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ യൂണിവേഴ്സിറ്റീസ് തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ആ ഒരു കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഏജൻസി നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്താവുന്നതാണ് അത് ഇന്ത്യയിലെ റെപ്രസെന്റേറ്റീവ് ആണെന്നുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് എന്ന് പറയുന്നത് ഫാക്കൽറ്റീസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാല് പൊതുവെയുള്ള എല്ലാ കോളേജുകളും, എബ്രോഡുള്ള എല്ലാ കോളേജുകളിലും ഇന്ത്യൻ ഫാക്കൽറ്റീസിന്റെ ഒരു വിങ് തന്നെ കാണാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് ഏതൊരു കോളേജ് എടുത്താലും എബ്രോഡുള്ള കോളേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കോളേജ് ഉണ്ട്. അത് മാത്രമല്ല, എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില കോളേജുകളിലൊക്കെ മലയാളി ഫാക്കൽറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. സോ അതൊരു നമ്മളുടെ എന്താ പറയുന്ന ഒരു നമുക്കൊരു ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. മലയാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമാണ്, കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് അവിടെ വരത്തില്ല. അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരിക്കും അവിടെ. സോ ഇന്ത്യൻ ഫാക്കൽറ്റി ഉള്ള കോളേജുകളാണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഇനി മിസ്റ്റേക്ക് വരത്തില്ലല്ലോ. സോ ഇത്രയും ഫാക്ടേഴ്സ് കീപ്പ് ചെയ്യുക മൈൻഡിൽ. എന്നിട്ട് മാത്രം MBBS എബ്രോഡിന് വേണ്ടിയിട്ട് ഒരു കൺട്രി, ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുക. സോ ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ESA എഡ്യൂക്കേഷൻ.